എമർജിംഗ് ബഡ് സ്കൂളിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുനീർ സാറേ, നമ്മുടെ ഈ സ്കൂള് തുടങ്ങിയപ്പോൾ എന്തായിരുന്നു പ്രധാനപ്പെട്ട ആശയങ്ങൾ? പ്രധാനമായും എന്ത് ആശയത്തിൽ ഊന്നിയാണ് ഈ സ്കൂൾ തുടങ്ങിയിട്ടുള്ളത്? സ്കൂള് തുടങ്ങുന്ന സമയത്ത് ഒരു യുണീക്ക്നെസ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. വ്യത്യസ്തമായിട്ട്, അതായത് സ്കൂളുകൾക്ക് നമ്മുടെ നാട്ടിൽ കുറവുകളില്ല, പക്ഷെ കുറച്ച് യുണീക്ക്നെസ്സോട് കൂടിയിട്ടൊരു സ്കൂള്, ഒരു വ്യത്യസ്തത ഉള്ള ഒരു സ്കൂൾ. അതാണല്ലോ വേണ്ടത്. അതെ. അപ്പൊ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. ആ വ്യത്യസ്തത എന്ന് പറയുന്നത് ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വളരെ ഉപകാരമുള്ള, കമ്മ്യൂണിറ്റിക്ക് വളരെ ഉപകാരമുള്ള രീതിയിലുള്ള കോൺസെപ്റ്റ് കൂടെ ആകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഒന്നുകൂടി വിശദമായി പറയാമോ? അതായത് ഒരു ലേണിംഗ് ട്രയാങ്കിൾ ആണ്. സ്കൂള് പലപ്പോഴും കുട്ടികൾക്ക് മാത്രമായിട്ട് ചുരുങ്ങാറുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് കുട്ടിക്കും പാരന്റിനും ടീച്ചർക്കും കൂടിയുള്ളതാണ് സ്കൂൾ. ടീച്ചർ അല്ലെങ്കിൽ അവിടുത്തെ ആ എംപ്ലോയി നമ്മൾ ഓരോരുത്തരും പ്രൊഫഷണലി ഡെവലപ്പ് ആവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടിയെ വളരുന്നത് ഒരു കമ്മ്യൂണിറ്റിയിലാണ്. അതിലെ ഏറ്റവും ബേസിക് ഫാക്ടറാണ് ഫാമിലി എന്ന് പറയുന്നത്. ആ ഫാമിലിയിൽ കുട്ടി വളരുമ്പോൾ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി, ആ കുട്ടിയുടെ നോളജ്, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അറ്റ്മോസ്ഫിയർ കുടുംബത്തിൽ ഉണ്ടാവണമല്ലോ. പിന്നെ കുട്ടിയുടെ ബിഹേവിയർ എല്ലാം അതിനകത്ത് വരും. അതിൽ വലിയൊരു പങ്ക് ഫാമിലിക്കുണ്ട്. അപ്പോൾ ആ ഫാമിലിയെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്കൂൾ ഓഫ് പാരന്റിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൂടി സ്കൂളിലുണ്ട്. അപ്പോൾ നമ്മൾ ടാഗ്ലൈൻ തന്നെ എമർജിംഗ് ബഡ്സ് സ്കൂൾ എ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ ആൻഡ് സ്കൂൾ ഓഫ് പാരന്റിങ് എന്നുള്ളതാണല്ലോ. ഓക്കെ. സാറിനോട് ഞാൻ കുറച്ച് മുന്നേ സ്കൂളിൻ്റെ പ്രത്യേകതകൾ ചോദിച്ചപ്പോൾ കുറേ സംഗതികൾ പറഞ്ഞിരുന്നു. ഒബ്സർവേഷൻ ലേണിംഗ്, അതുപോലെ മാനിപ്പുലേറ്റീവ് വർക്ക്, ബോൺസ്, തീം ബേസ്ഡ് ലേണിംഗ്, ഇങ്ങനെ കുറേ സംഗതികൾ പറഞ്ഞു. ഓരോന്നോരോന്നായിട്ടൊന്ന് പറയാമോ? അതായത് പിന്നെ കുട്ടികൾക്ക് KG കരിക്കുലത്തില് കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല. അവര് കൂടുതൽ കാര്യങ്ങളും പഠിക്കുന്നത് ഒബ്സർവേഷനിലൂടെയാണ്. അത് ഒബ്സർവേഷൻ ലേണിംഗ് ആണ് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ഫീൽഡ് ട്രിപ്പുകൾ, നേച്ചർ വാക്കുകൾ. കുട്ടികൾ ആനയെ പഠിക്കാൻ E for elephant എന്ന് പഠിക്കുന്നതിന് പകരം ആനയെ കാണാൻ പോവാണ്. ആനയെ കാണാൻ പോകുമ്പോൾ ആനയെ മാത്രമല്ല കാണുന്നത്, അതിന്റെ ചുറ്റുപാടുകൾ കാണാണ്. അത് കഴിക്കുന്ന ഭക്ഷണം, അതിനോടനുബന്ധമായിട്ടുള്ള അതിൻ്റെ ഒരു എൻവയോൺമെന്റ്, ഒരു EVS അവിടെ പഠിക്കുന്നുണ്ട് കുട്ടി. അറിഞ്ഞോ അറിയാതെ കുറെ കാര്യങ്ങൾ കുട്ടി പഠിക്കും. നല്ല ക്യൂരിയോസിറ്റി ഉണ്ടാവും കുട്ടികൾക്ക്. കുട്ടികളിലെ ക്യൂരിയോസിറ്റി എൻകറേജ് ചെയ്യാൻ ഈ ഒരു നേച്ചർ വാക്ക് കൊണ്ട് സാധിക്കുന്നുണ്ട്. അതായത് അവരുടെ ഒരു രീതി വെച്ചാൽ ചെറിയ കുട്ടികളുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് ഇതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്ന ഒരു പ്രായമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ചോദ്യം, ഇപ്പൊ ഒരിക്കൽ ആനയെ കാണാൻ പോയ സമയത്ത് ആനക്ക് എത്ര നഖമുണ്ട് എന്നുള്ള ചോദ്യം, പലപ്പോഴും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല. നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ, അതായത് മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന നിങ്ങൾ തന്നെ, അഥവാ എമർജിംഗ് ബഡ് റിസർച്ച് ടീം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കരിക്കുലാണെന്ന് അർത്ഥം. അപ്പോ ഒരു വർഷത്തിൽ 25 മുതൽ 30 വരെ ഫീൽഡ് ട്രിപ്പ് നടത്തുമെന്ന് ഞാൻ നിങ്ങളുടെ ഉണ്ടായി. അപ്പൊ ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ടൊക്കെ നടത്തേണ്ടി വരില്ല? അതെ, മിക്കവാറും ആഴ്ചയിൽ ഒരു നേച്ചർ വാക്ക് എന്നുള്ള രീതിയിലാണ് KG ക്ലാസ്സിലൊക്കെ പോകുന്നത്. കാരണം ആ ഒരു ക്ലാസ്സിൽ അവർക്ക് അവരുടെ ക്ലാസ് റൂം ഒരു 4 ചുമരുകൾക്കുള്ളിലാവാതെ, ചുമരുകൾക്കുള്ളിലാവാതെ അവര് പുറത്തിറങ്ങി കാര്യങ്ങൾ പഠിക്കണം. അവർ ആ ക്യൂരിയോസിറ്റി മാക്സിമം കാര്യങ്ങളിലേക്ക് എത്തിച്ച് അതില് അവരുടെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങൾ കൂടുതൽ ചോദ്യങ്ങളായിട്ട് ടീച്ചേഴ്സിനോട് ചോദിച്ചു. പലപ്പോഴും സ്കൂളിൽ ടീച്ചർ കുട്ടികളോട് ചോദിക്കുകയാണ്, അതിന് പകരം കുട്ടികൾ ടീച്ചറോട് ചോദിക്കണം. ആ ചോദിക്കാനുള്ള സാഹചര്യം നമ്മൾ ക്ലാസ് റൂമുകളിൽ ഉണ്ടാക്കി വേണം. കുട്ടികളുടെ ഇൻക്വിസിറ്റീവ്നെസ് നിലനിർത്തിക്കൊണ്ട് ഇതേപോലുള്ള ആക്ടിവിറ്റിയിലൂടെ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നു. ഈ മാനിപ്പുലേറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ, മാനിപ്പുലേറ്റീവ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോ മറ്റൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ആർട്ടികളുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് ഉണർത്തി കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല അവരത് ചെയ്യുന്നത് അവരുടെ ഈ വിരലുകൾ കൊണ്ടാണല്ലോ. അപ്പൊ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ആക്ടിവിറ്റീസിൽ കൊടുക്കുന്ന സമയത്ത്. കറക്റ്റ്. ഫൈൻ മോട്ടോറും അതേപോലെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ഉണ്ടാവും. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പോണ്ട് ഉണ്ട് നമ്മുടെ കുട്ടികൾക്കായിട്ട് നമ്മൾ നിർമ്മിച്ച 3 പോണ്ട്. അതെ. അത് ആ ഒന്നില് ചളി, ഒന്നില് മണല്, ഒന്നില് വെള്ളം, ഇങ്ങനെയാണ്. അപ്പൊ ഈ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്ന സമയത്ത് ആ കുട്ടികൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് വെള്ളത്തിൽ ആ സ്പോഞ്ച് മുക്കിയെടുത്തിട്ട് അത് ആ ബോട്ടിലേക്ക് ചെറിയൊരു ദ്വാരല്ലേ ഉണ്ടാവും, ആ ദ്വാരത്തിലൂടെ ആ വെള്ളം ആ കുപ്പിയിൽ നിറക്കണം. സംഭവിക്കുന്ന പല കാര്യങ്ങൾ, ഒന്ന് അവരുടെ ഈ മസിൽ ഡെവലപ്മെന്റ് നടക്കും. ഈ രീതിയിലുള്ള കൈകളിലെ മസിൽസ് ഡെവലപ്പ് ആവാനുണ്ട്. ആ മസിൽസ് ആണ് പലപ്പോഴും അവർ എഴുതാനും ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിലും വെർട്ടിക്കൽ ലൈൻ ആണെങ്കിലും
അതേപോലെ തന്നെ കേവ്സ് വരക്കാൻ വേറൊരു മസിലാണ്. ഇങ്ങനെയുള്ള മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഈ ആക്ടിവിറ്റീസ് സഹായിക്കും. മാത്രമല്ല അവർക്ക് കോൺസെൻട്രേഷൻ കൂടും. കാരണം അവര് ഈ വെള്ളം ആ ചെറിയ നെക്കിലൂടെ എന്ത് ചെയ്യണം, വെള്ളം ആ ബോട്ടിൽ നിറക്കണം. ചളിയിൽ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് മണ്ണിനോട് സമ്പർക്കത്തിലാവുകയാണ്. പലപ്പോഴും ഗൾഫിലൊക്കെ നിന്ന് നാട്ടിൽ വന്ന് ഏജ് ക്ലാസ്സിൽ ചേരുന്ന കുട്ടികൾക്ക് മണ്ണിൽ അലർജി ഉണ്ടാവും ശരീരത്തിൽ തട്ടുമ്പോഴത്തേക്കും. പക്ഷെ കുറച്ചു കാലം പാരന്റ് കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു കാലം ആകുമ്പോഴത്തേക്കും ആ അലർജിക്ക് മാറും. കാരണം അത് ആ ഒരു പൊരുത്തപ്പെടലുണ്ടല്ലോ, മണ്ണിനോടുള്ള പൊരുത്തപ്പെടലിലൂടെ ആ അലർജിക്ക് മാറിക്കിട്ടും. അങ്ങനെ എത്രയോ കേസുകളുണ്ട്. അപ്പോ ഈ ചളിയിൽ കളിക്കുന്ന സമയത്ത് ആ രോഗപ്രതിരോധ ശേഷി കൂട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ അലർജി ഒഴിവാക്കാൻ കഴിയും. പിന്നെ അതുപോലെ മണല് കളിക്കുന്നുണ്ട്, ചളിയിൽ കളിക്കുന്നുണ്ട്, വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ ഫൈൻ മോട്ടോർ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും ഐ ഹാൻഡ് കോർഡിനേഷൻ, കണ്ണും വിരലുകളും തമ്മിലുള്ള മനുഷ്യന്റെ ഒരു പ്രത്യേകത ആണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതെ അതെ അതെ. അതുപോലെ തന്നെ ഈ തള്ളവിരൽ മറ്റു വിരലുകൾക്ക് സമൂഹമാക്കാനുള്ള കഴിവ്, അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് മനുഷ്യന് അവന്റെ ഒരു മുതിർന്ന ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് അവനക്ക് ഒരുപാട് സ്കില്ലുകൾ, അവന്റെ ഒരു പ്രൊഫഷൻ തന്നെ ചിലപ്പോ ഈ സ്കില്ല് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ആ കൈവഴക്കുണ്ടല്ലോ, ഡെക്സ്റ്റിരിറ്റി എന്ന് പറയും. ഈ കൈവഴക്കം പഠനകാലത്താണെങ്കിൽ പെൻസിൽ ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ പെൻ ഹോൾഡ് ചെയ്യുക, പലപ്പോഴും അതൊക്കെ പ്രയാസമുള്ള കുട്ടികളുണ്ടാവും. ഇതിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് ആണ്. ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഈ പോണ്ടിൽ കുട്ടികൾ കളിക്കും. മാത്രമല്ല ഈ പോണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒന്ന് സ്ക്വയർ ആണ്, ഒന്ന് ട്രയാങ്കിൾ ആണ്, ഒന്ന് പിന്നെ സർക്കിൾ ആണ്. അപ്പൊ ആ ഷേപ്പ്, ഈ ഷേപ്പുകൾ പഠിപ്പിക്കാനും പോണ്ട് ഉപയോഗിക്കാം. അതെ അതെ. ആൽഫബറ്റുകളൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആൽഫബറ്റ്സ് ഓരോന്നും വിവിധ ഷേപ്പുകളാണല്ലോ. ഈ ഷേപ്പ് ഓരോന്നും ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് ഇപ്പൊ ക എന്ന ഷേപ്പ് കാണുമ്പോൾ അത് കായാണെന്ന് തിരിച്ചറിഞ്ഞ് കാ എന്ന് പറയുന്ന കുട്ടി അത് തിരിച്ചറിയാൻ കഴിയണം. കായും റായും പായും അങ്ങനെ ഓരോ അക്ഷരവും തിരിച്ചറിയാം. ഒരുപാട് ആക്ടിവിറ്റികളാണെന്ന് പറഞ്ഞു സാറ്. അപ്പൊ ഇത്രയും ആക്ടിവിറ്റികൾ ധാരാളം ഉണ്ടാവുമ്പോൾ ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ഈ അക്ഷരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക? അത് ഇതിന്റെ ഇടയിൽ കൂടെ നടക്കും. കുട്ടികളെ സ്ട്രെസ്ലെസ് എഡ്യൂക്കേഷൻ പരിചയപ്പെടുത്താൻ നമ്മൾ പറയാം. പലപ്പോഴും KG എന്ന് പറയുന്ന പ്രിപ്പയർ ദ ചൈൽഡ് ആണല്ലോ. 1ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴത്തേക്കും കുട്ടി പഠിക്കാൻ പ്രാപ്തനാവുകയാണ് അല്ലെങ്കിൽ പ്രാപ്തയാകുകയാണ്. നിരന്തരം കാണുന്നതിലൂടെ ഏറ്റവും സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മൈക്രോ ടു മാക്രോ. ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു അക്ഷരത്തിൽ നിന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അക്ഷരങ്ങളിലേക്കാണ് പോവുക. ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു അക്ഷരമാണ് റാ എന്ന് പറയുന്നത്. ആ റാ എന്ന് പറയുന്ന അക്ഷരത്തിൽ നിന്നാണ് മറ്റുള്ള അക്ഷരങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഡെയിലി റിപ്പീറ്റ് ചെയ്യണം. ഡെയിലി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറന്നു പോകില്ല. ഇന്നലെ പഠിച്ചത് ഇന്ന് ടീച്ചർ റിപ്പീറ്റ് ചെയ്യണം. നാളെ ഇന്നലെയും ഇന്നും പഠിപ്പിച്ച കാര്യങ്ങൾ നാളെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് അടുത്ത ദിവസം പുതിയൊരു കാര്യം പഠിക്കും. ഇവിടെ മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, നമ്മുടെ എല്ലാ സ്കൂളുകളും രാവിലെ വരുന്ന ഒരു പ്രാർത്ഥന, അത് കഴിഞ്ഞ് ടീച്ചർ ക്ലാസ്സിൽ വരുന്നു, അവിടെ അറ്റൻഡൻസ് എടുക്കുന്നു, എന്തൊക്കെ ഇന്നലെ പഠിച്ചു, ഹോംവർക്ക് എവിടെ എന്നൊക്കെ ചോദിച്ച് ക്ലാസ് തുടങ്ങുന്നതാണ്. എന്നാൽ ഇവിടെ ഇത്തിരി വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സാർ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. യൂണിഫോമിലാവും സ്കൂളിൽ വരുന്നുണ്ടാവുക. കുട്ടികളുടെ യൂണിഫോമിൽ സ്കൂളിൽ വന്നിട്ട് ആ യൂണിഫോം അഴിച്ചു വെക്കണം. അപ്പൊ അവരുടെ ബാഗിൽ പുസ്തകമോ മറ്റോ കാര്യങ്ങളൊന്നുമില്ല. ബാഗിൽ കാഷ്വൽ വെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. കാഷ്വൽ വെയർ ഉണ്ടാവും, ടിഫിൻ ഉണ്ടാവും, പിന്നെ പോണ്ടുള്ള ദിവസങ്ങൾക്ക് ഒരു ടവൽ ഉണ്ടാവും. അപ്പൊ ഈ കാഷ്വൽ വെയർ എടുത്ത് ധരിക്കും അവര്. യൂണിഫോമോട് ഊരി വെച്ചിട്ട് കാഷ്വൽ വെയർ എടുത്തിടും. അപ്പൊ ഈ കാഷ്വൽ വെയർ എടുത്തിടുന്നതിലൂടെ കുറെ ആക്ടിവിറ്റി വരെ നടക്കുന്നുണ്ട്. ഇതൊക്കെ അവരാണ് ചെയ്യുന്നത്. അവരെ സ്വയം പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ചെറിയ മക്കളാകുമ്പോൾ അവര് വീട്ടിൽ നിന്നും ചെയ്തു കൊടുത്തുള്ള ശീലമൊക്കെ ഉണ്ടാവും. പക്ഷെ സ്കൂളിൽ വരുന്നതോടുകൂടെ അവരവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന, ഈവൻ അയൺ ചെയ്യുന്നത് പോലും കുട്ടികളാവുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവര് ഈ ബട്ടണിങ് ഉണ്ടല്ലോ, ഈ ബട്ടണിങ് അതൊരു ഫൈൻ മോട്ടോർ സ്കിൽ വളർത്താൻ വേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യിപ്പിക്കേണ്ട കാര്യമാണ്. ഈ ബട്ടൺ ഊരുന്നോ ഇടുന്നോ എന്നുള്ളതൊക്കെ ഈ ഡ്രസ് ഊരി ഇടുമ്പോൾ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടീച്ചർ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. ടീച്ചർ ക്ലാസ് റൂമിൽ ഇവരുടെ ഓരോ ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്യാം. ഈ ഒബ്സർവേഷനിലൂടെ അവരുടെ സ്കില്ലാണ് കണ്ടെത്തുന്നത്. ഏതെങ്കിലും കുട്ടിക്ക് ഇത് ഊരാനും ഇടാനൊക്കെ പ്രയാസമുള്ള കുട്ടികൾക്ക് അത് നോട്ട് ചെയ്യും. മിക്കവാറും ആ കുട്ടിക്ക് എഴുത്തിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ വരയിലേക്ക് എത്തുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ട ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ പുതിയ ആക്ടിവിറ്റീസ് കൊടുത്ത് എക്സ്ക്യൂസിംഗ് ഒക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് ആ മാറ്റം കുട്ടികൾ കൊണ്ടുവരാൻ കഴിയുക. റൂട്ട് കോസ് കണ്ടെത്തി, ഒരു പ്രശ്നത്തിന്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് പലപ്പോഴും എഴുതാൻ കഴിയാത്ത കുട്ടികളെ കൈപിടിച്ച് എഴുതിക്കുന്നതിന് പകരം അതിന്റെ റൂട്ട് കോസ് എന്താണ്, മസിൽ ഡെവലപ്മെന്റ് എത്താത്തതായിരിക്കാം. അപ്പൊ ആ മസിൽ ഡെവലപ്മെന്റ് എത്തിക്കാൻ വേണ്ട ആക്ടിവിറ്റീസ് കൊടുത്ത് ആവശ്യമെങ്കിൽ അതൊരു കേസ് സ്റ്റഡി എടുത്തിട്ട് പാരന്റിനെ വിളിച്ച് അത് കേസ് സ്റ്റഡി എടുത്ത്, സിവിയർ ആയിട്ടുള്ള കേസുകളൊക്കെ കേസ് സ്റ്റഡി എടുത്തിട്ട് പാരന്റിനെ കൊണ്ട് സപ്പോർട്ടോട് കൂടെ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യാം. ഈ ബെഡ് സ്വിമ്മിങ്, അതുപോലെ ബ്രെയിൻ ജിം, സൈലന്റ് സിറ്റിംഗ്, ഡേ ഒബ്സർവേഷൻസ്, ഇതൊക്കെ ഇവിടുത്തെ യുണീക്ക് ആക്ടിവിറ്റീസ് ആണ്. രാവിലെ തുടങ്ങുന്നത് ചോദിച്ചല്ലോ, അതിൽപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഡ്രസ് ധരിച്ച് പിന്നെ അവര് കാഷ്വൽ വെയർ ഇടുന്നു.
കാഷ്വൽ വെയർ ഇടുന്നതിന് മുൻപ് യൂണിഫോം അവിടെ അഴിച്ചു വെച്ച് അവര് പിന്നെ ആദ്യം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കാഷ്വൽ വെയർ ഇടുന്നതിന് മുമ്പ് ബെഡ് സ്വിമ്മിംഗ് ആണ്. ഒരു ബെഡ് ഉണ്ട്, കുറച്ച് റഫ് ആയിട്ടുള്ള സർഫേസ് ആണ്, അതിലൂടെ സ്വിം ചെയ്യും. അപ്പൊ അതിലൂടെ കിട്ടുന്ന ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡിൽ സ്വിം ചെയ്യുമ്പോൾ ഈ ഭാഗം അവരെന്ത് ചെയ്യാണ്, അത് ഫ്ലോറിൽ ഇങ്ങനെ ഇഴയാണല്ലോ. അപ്പൊ ഈ ഒരസല് ഇവിടുന്നുള്ള നെർവ്സ് ബ്രെയിനിലേക്ക് ഒരു ഇമ്പൾസ് എത്തി. ശരിക്കും ഒരു കോൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് പ്രസവിക്കപ്പെട്ട സമയത്ത് കുട്ടികൾ ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ കഴുത്തുറക്കുക, പിന്നെ കമിഴ്ന്ന് കിടക്കുക, പിന്നെ കമിഴ്ന്ന് കിടന്ന് നീന്തുക, പിന്നെ കാൽമുട്ടിൽ എഴയുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇത് ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരു പിന്നെ സ്റ്റിമുലേഷൻ ബ്രെയിനിൽ നടക്കും. ഇവിടെ നിന്നുള്ള ഇമ്പൾസ് കാൽമുട്ടിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ ഈ നെർവ്സ് വഴിയുള്ള ഇതിപ്പോ സാറ് ഫൈൻ മോട്ടോർ സ്കില്ല് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ബെഡ് സ്വിമ്മിങ്ങിലൊക്കെ ഗ്രോസ് മോട്ടോർ മസിൽസും കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മസിൽസ് കൂടി ഡെവലപ്പ് ആവും. അതിന് പുറമെ തന്നെ ഈ ഒരു ഇമ്പൾസ് ബ്രെയിനിൽ എത്തിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അത് ആ ബ്രെയിനിന്റെ ഡെവലപ്പിന് സഹായിക്കും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ ഇത് സ്കിപ്പ് ചെയ്ത് പോകുന്ന കുട്ടികൾ പ്രസവിക്കപ്പെട്ടിട്ട് ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഈ മൈൽ സ്റ്റോണുകളൊക്കെ സ്കിപ്പ് ചെയ്ത് പോയ കുട്ടികളിൽ പലപ്പോഴും എഴുതാനോ വായിക്കാനോ ഒക്കെ ഡിലേയോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ കാണുന്നുണ്ട്. അത് മൊത്തത്തിൽ സ്റ്റഡി ഉണ്ട്. അപ്പൊ നമ്മളുടെ വേൾഡ് വൈഡ് സ്റ്റഡിയാണ്. നമുക്ക് ഇവിടെ നമ്മുടെ 12 വർഷത്തെ അനുഭവത്തിൽ നമുക്ക് ധാരാളം കാണുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രയാസം ഉള്ള കുട്ടികളുടെ പാരന്റ്സിനെ കേസ് സ്റ്റഡി എടുത്തിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരെ ബർത്ത് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇത്രയും ഡിലേസ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയ കാര്യങ്ങൾ അവർ പറയാനുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയ അല്ലെങ്കിൽ ഡിലേ വരുത്തിയ കുട്ടികൾക്ക് എല്ലാവർക്കും പഠനത്തിൽ പ്രയാസം ഉണ്ടാവുന്നല്ല. പക്ഷെ പഠനത്തിൽ പ്രയാസം ഉണ്ടാകുന്ന കുട്ടികളിൽ പലർക്കും ചുരുക്കത്തിൽ എമർജിംഗ് ബഡ്സിൽ ചേരുന്ന ഓരോ കുട്ടിയും അങ്ങേയറ്റത്തെ ഹാപ്പിനെസ് അനുഭവിച്ചുകൊണ്ടായിരിക്കും പഠനത്തിലേക്ക് പ്രവേശിക്കുന്നത്. കുട്ടിയും രക്ഷിതാവും ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം KG എന്ന് പറയുന്ന ഒരു ബേസ് ആണല്ലോ, ബേസ്മെന്റ് ആണല്ലോ. ആ ബേസ്മെന്റ് സെറ്റ് ആക്കിയിട്ട് ഒരു ചുമരിൽ നമുക്ക് ഇപ്പൊ പ്ലാസ്റ്റർ ചെയ്തൊരു ചുമരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ നേർത്തൊരു ഈർക്കിൾ കൊണ്ട് ഇങ്ങനെ വരച്ചിടാൻ എളുപ്പമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആ ചുമരിൽ നമുക്കൊരു വര കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പണിയെടുക്കണം. ഒരു പിന്നെ ആണി കൊണ്ട് നമ്മൾ വരച്ച് കൊണ്ടുവരേണ്ടി വരും, കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്നതുപോലെ ഏർലി സ്റ്റേജിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ കുട്ടികളിലെ ഈ പഠന പ്രയാസങ്ങൾക്കുള്ള സാധ്യത, പഠന പ്രയാസങ്ങൾ ഉണ്ട് നമുക്ക് ഈ പ്രായത്തിൽ പറയാൻ കഴിയില്ല, 8 വയസ്സാവണം, പക്ഷെ അതിനൊരു സാധ്യത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റൊരു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വളർച്ച എത്തേണ്ട സമയത്ത് എത്തേണ്ട വളർച്ച എത്തിയിട്ടില്ല. അപ്പൊ ആ വളർച്ചയിലേക്ക് വേഗം എത്തിക്കുക എന്നുള്ളത്. ഇപ്പൊ ഈ മസിൽസിന്റെ കാര്യം പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ ഈ ആക്ടിവിറ്റീസിലൂടെ വളർച്ചയിലേക്ക്. ലാംഗ്വേജ് അക്വിസിഷന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ലാംഗ്വേജ് അക്വിസിഷൻ ഇപ്പോൾ നമ്മള് KGയില് മലയാളം കൊണ്ടാണ് തുടങ്ങുന്നത്, മാതൃഭാഷ കൊണ്ടാണ് തുടങ്ങുന്നത്, പിന്നെ ഇംഗ്ലീഷ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അറബി. അപ്പൊ ഈ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ അടിസ്ഥാനമാണ് ഈ പറഞ്ഞ ഷേപ്പുകൾ ഐഡന്റിഫൈ ചെയ്യുക, കളർ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ ഒരു കളർ ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെ അഥവാ യെല്ലോ, റെഡ്, ഗ്രീൻ ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കുക. അത് റെഡ് ആണ്, ഇത് യെല്ലോ ആണ്, അല്ലെ, ഇത് ഗ്രീൻ ആണ്, ഇത് ബ്ലൂ ആണ് എന്നങ്ങനെ വേർതിരിച്ച്, ഇത് ബ്ലാക്ക് ആണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവ് കളേഴ്സിലുണ്ടെങ്കിൽ, ഷേപ്പിലുണ്ടെങ്കിൽ, ഇത് സ്ക്വയർ ആണ്, ഇത് ട്രയാങ്കിൾ ആണ്, ഇത് സർക്കിൾ ആണ്, അതിലൂടെ കുട്ടി ലാംഗ്വേജിലേക്ക് എത്തും. അത് കഴിയുന്ന ഒരു കുട്ടിക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാനും ലാംഗ്വേജ് വേഗം സ്വായത്തമാക്കാനും പ്രയാസം ഉണ്ടാവില്ല. ബേസിക്കലി അപ്പൊ നമ്മൾ കളേഴ്സ് കൊടുക്കും, അതുപോലെ തന്നെ ഈ ഷേപ്പുകൾ കൊടുക്കും. അവിടെയൊക്കെ സഫർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒരു സാധ്യത ഉണ്ട് അക്ഷരങ്ങളെ തിരിച്ചറിയുന്നിടത്തൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ മോറൽ സൈഡില് സ്പിരിച്വൽ ഡെവലപ്മെന്റിന് സ്കൂൾ എന്ത് പരിഗണനയാണ് കൊടുക്കുന്നത്? സ്പിരിച്വൽ ഡെവലപ്മെന്റിൽ കുട്ടികൾക്ക് KG 1ഉം 2ഉം കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം വേണ്ട ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട കുറെ ദിക്റുകൾ, വാഹനത്തിൽ കയറുമ്പോൾ, അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള കുറെ ഭക്ഷണം കഴിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ദിവസം നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറെ ദിക്റുകൾ, ദ്വാകൾ കുട്ടികൾ പഠിക്കും. മുതിർന്ന ആളുകളിൽ നിന്ന്, പാരന്റ്സിൽ നിന്നും മുതിർന്ന ആളുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇത് പഠിക്കുന്നുണ്ട്, മദ്രസയിൽ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി പറഞ്ഞു കൊടുത്ത് വിജയിച്ച സംഗതിയാണ്, പക്ഷെ ശീലമായി ഉണ്ടാവില്ല. പക്ഷെ ഈ കുട്ടികൾ ഒരു ശീലവൽക്കരണം നടക്കുന്നുണ്ട്. പലപ്പോഴും വീട്ടിലെ പലർക്കും ഇവർ അതങ്ങനെ ചെയ്യാതെ കാണുമ്പോൾ വാഹനത്തിൽ കയറുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഒരു പാരന്റ് അവര് ഗൾഫിൽ പോകുന്ന സമയത്ത് ഫ്ലൈറ്റിൽ കയറി ഇരുന്ന ഉടനെ ഈ കുട്ടി ഇത് ചെല്ലാൻ തുടങ്ങിയാണ്. അപ്പൊ ആ സന്തോഷം കൊണ്ട് ആ മൊമെന്റ് അവർ വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരും. അപ്പോ ഇങ്ങനെ കുട്ടികൾ അത് പഠിക്കുക എന്നുള്ളൊരു അപ്പുറത്തേക്ക് അതൊരു ശീലം ആക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ തന്നെ കുറച്ച് സൂറകളും അവർ പഠിക്കുന്നുണ്ട്. ഖുർആനിലുള്ള ഒരു 10-20ഓളം സൂറകൾ അവർ KG 2 കഴിയുമ്പോഴത്തേക്കും പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും വളരെ സന്തോഷം. സ്കൂളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.